മോനെ ടോമി. എന്താണ് ടോമി ഇത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന്. അവിടെ നിന്ന് എഴുന്നേൽക്ക്. എന്താ ഇത് കോലം? ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. വേഗം നടക്കങ്ങോട്ട് പോയി കുളിക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ്. എല്ലാവരും ടീച്ചർ പറയുന്നത് അനുസരിച്ച് കൂടെ നിൽക്കണം. അവിടെ മങ്കി ഉണ്ടാവുമോ? മങ്കി മാത്രമല്ല, വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഇതെന്ത് കോലമാ ടോമി? നീ എന്താ മണ്ണിൽ കുളിച്ചോ? അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കളിച്ചപ്പോ. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ. എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന്. കുട്ടികളെ, നിങ്ങൾ ഇതിനു മുമ്പ് മൃഗശാലയിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ എങ്കിൽ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിക്കണം. മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം. അത് വായിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുക. രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, അതുകൊണ്ട്. ഗുഡ്, അതും ഒരു കാരണമാണ്. പക്ഷേ അത് മാത്രമല്ല കാരണം. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിൽ അവശേഷിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനുമാവില്ല. അത് ദഹനനാളത്തെ തടസ്സപ്പെടുത്താനും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും. അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാരണങ്ങളാണ്. ഈ മൃഗശാലയിൽ മങ്കി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ മോന്റെ പേര്? എന്റെ പേര് ടോമി. ടോമി, ഇങ്ങു വന്നേ, ചോദിക്കട്ടെ. ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ. അത് പിന്നെ സ്കൂളിൽ ഓട്ടവും ചാട്ടവുമായിരുന്നു. എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ടോമി ഒഴികെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ. ടീച്ചർ, കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ. ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയും ടീച്ചറും പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് മൃഗങ്ങളെ കാണാൻ പറ്റാഞ്ഞത്. ഇനി ഞാൻ എന്നും വൃത്തിയുള്ള കുട്ടിയായിരിക്കും. ഇന്നല്ലേ ഡാഡി ഒരു പെറ്റിനെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്? മമ്മി, ഡാഡി എപ്പോഴാ വരിക? അറിയില്ല മോനെ, വിളിച്ചു നോക്ക്. ഓക്കേ. ഡാഡി 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 എപ്പോഴാ വരിക? ഡാഡി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളു കുട്ടാ. എന്താ കാര്യം? അപ്പൊ ഡാഡി വാക്ക് തന്നതല്ലേ, മറന്നു പോയോ? പെറ്റിന്റെ കാര്യമല്ലേ, ഡാഡി മറന്നിട്ടില്ല. വരുമ്പോൾ കൊണ്ടുവരും. പോരെ? താങ്ക് യു ഡാഡി.
ഇനി ഇതിന്റെ ഒരു കുറവും കൂടിയേ ഈ വീട്ടിലുള്ളൂ. ടോമി, ഇത് കാരണം നീ ഇനി പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ ഇരുന്നാൽ ഞാൻ ഇതിനെ കൂട്ടിൽ നിന്നും പുറത്തു വിടും. നോക്കിക്കോ. നീ ഇങ്ങനെ വെറുതെ ചൂടാവാതെ, അവൻ പഠിച്ചോളും അല്ലേടാ? അതെ. എന്നാ അച്ഛനും മോനും എന്താന്ന് വെച്ചാ ആയിക്കോ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ടോമി, ഒരു കാരണവശാലും തത്തയുടെ കൂട് തുറന്നു വിടരുത് കേട്ടോ. അതെന്താ ഡാഡി? പരിചയമില്ലാത്ത സ്ഥലമല്ലേ. വീടിനുള്ളിൽ പറന്നു നടന്നാൽ അവിടെയും ഇവിടെയും തട്ടി ഓരോന്നും പൊട്ടിപ്പോകും. നമുക്ക് മെല്ലെ അതിനെ എല്ലാം പഠിപ്പിക്കാം. എന്താ? Done. ഹായ്, എന്ത് രസമാ നിന്നെ കാണാൻ. വാ, നമുക്ക് എന്റെ റൂമിൽ പോകാം. ഡാഡി പറഞ്ഞത് നിന്നെ തുറന്നു വിടരുതെന്നാ. പക്ഷേ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കും. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ പന്ത് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? വാ, കാണിച്ചു തരാം. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അകത്തു നിന്ന് കളിക്കരുതെന്ന്? അത് ഞാനല്ല, തത്തയാ. തത്തയോ? അത് പറക്കാൻ നോക്കിയപ്പോ ചിറക് തട്ടി വീണ് പൊട്ടിപ്പോയതാ. അത് ശരി, നീ പോരാഞ്ഞിട്ടാണോ ഇനി ഇതുകൂടി? ആരാ അതിനെ തുറന്നു വിട്ടത്? നിന്നോട് ഡാഡി പറഞ്ഞതല്ലേ അതിനെ പുറത്തു വിടരുതെന്ന്. മതി നിന്റെ പെറ്റ് സ്നേഹം. മനുഷ്യൻ ഓരോ പണി ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നുണ്ടാവും. വാങ്ങിച്ചു കൊടുക്കാൻ ഡാഡിയും. ഇനി ഇത് ഇവിടെ നിന്നാൽ ഓരോന്നും പൊട്ടിക്കും. ഇതിനെ നമുക്ക് അലക്സിന്റെ മുത്തശ്ശന് കൊടുക്കാം. അതാ നല്ലത്. അത് ഞാൻ കൊണ്ടു കൊടുക്കാം. നീ ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. ഞാനാ ഫ്ലവർ വൈസ് പൊട്ടിച്ചത്. എന്നിട്ട് ഞാൻ ആ തത്തയാണ് പൊട്ടിച്ചതെന്ന് കള്ളം പറഞ്ഞു. ആറ്റുനോട്ട് ഡാഡി വാങ്ങി തന്ന തത്തയായിരുന്നു. അമ്മയ്ക്ക് അറിയില്ലേ മോൻ എത്ര ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണെന്ന്. ആ അമ്മ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കോ? ദേ നോക്ക്. സോറി തത്തമ്മ കുട്ടി. ചിച്ചിരക്കുന്നാരി ചിലക്കക്കിന്നാരി ചില്ലകൾ
മാമ്പഴക്കാലം വന്നു. കാട്ടിലുള്ള മാവുകളിലെല്ലാം മാമ്പഴം കൊണ്ട് നിറഞ്ഞു. കിളികളും അണ്ണാനും കുരങ്ങുകളും എല്ലാം സന്തോഷത്തോടെ വന്ന് മാമ്പഴം കഴിച്ചു. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ മാമ്പഴക്കാലം വന്നതറിയാതെ ആമ ഫേസ്ബുക്കിലെ റീൽസും കണ്ടിങ്ങനെ കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു വീഡിയോ ആമയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ് ഗൈസ്, എല്ലാവർക്കും മങ്കി പിങ്കി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസുമായാണ് വന്നത്. എന്താണെന്നല്ലേ, വരൂ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ കാട്ടിൽ മാമ്പഴക്കാലം വീണ്ടും വന്നിരിക്കുകയാണ്. ഗൈസ്, എത്രയും പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് ഈ മാമ്പഴങ്ങളുടെ രുചി ആസ്വദിക്കാം ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്. ഹായ്, മാമ്പഴക്കാലമായോ? ഇപ്പൊ തന്നെ പോവാം. എത്ര കാലമായി മാമ്പഴം കഴിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ആമക്കുട്ടൻ കൊതിയോടെ മാമ്പഴം കഴിക്കാൻ പുറപ്പെട്ടു. ഹായ്, ഇത്തവണ ഒരുപാടുണ്ടല്ലോ. ഇത് തിന്നാൻ എന്ത് രസമായിരിക്കും. കണ്ടിട്ട് കൊതിയാവുന്നു. ആ കുരങ്ങനോട് തന്നെ ചോദിക്കാം. ഹായ് ചേട്ടാ, കുറച്ച് മാമ്പഴം എനിക്ക് കൂടെ താഴേക്കിട്ട് തരുമോ? കുറേ കാലമായി മാമ്പഴം തിന്നിട്ട്. അതിന് നീ ഏതാ? ഇതിനു മുന്നേ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളുടെ വ്ലോഗ് കണ്ടിട്ട് വന്നതാ. ഓ, അപ്പടിയാ. അപ്പൊ ഇവിടത്തെ നിയമങ്ങളൊന്നും അറിയില്ല അല്ലേ? എന്ത് നിയമം? ഈ മാമ്പഴങ്ങളൊന്നും ആമയ്ക്ക് തിന്നാൻ പറ്റില്ല. അതാണ് കാട്ടിലെ നിയമം. നീ ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ പോയി വല്ല പായലോ ചെറുമീനുകളെ വശിക്കാൻ നോക്ക്. ആരും അറിയില്ല. ഞാൻ ആരോടും പറയില്ല. ഒരു മാങ്ങയെങ്കിലും താ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. വേഗം വിട്ടോ. ഇത് കേട്ട ആമയ്ക്ക് സങ്കടമായി. അവൻ അവിടെ നിന്ന് നടന്നു. എങ്ങനെയെങ്കിലും ഒരു മാമ്പഴം കഴിക്കണം. എവിടുന്നെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ ആമക്കുട്ടൻ നടന്ന് നടന്ന് ഒരു തത്തമ്മ ഇരിക്കുന്ന മരത്തിന് ചുവട്ടിലെത്തി. തത്തമ്മ കൊമ്പിലിരുന്ന് മാമ്പഴം കഴിക്കുകയായിരുന്നു. തത്തമ്മയെ കണ്ടതും ആമക്കുട്ടൻ ചോദിച്ചു, തത്തമ്മേ, എനിക്കൊരു മാമ്പഴം പറിച്ചു തരുമോ? കുറെ കാലമായി ഒരു മാമ്പഴം തിന്നിട്ട്. പിന്നെ എനിക്ക് മാമ്പഴമൊക്കെ വലിയ ഇഷ്ടമാണ്. ഓ, ആണോ? അത് കൊള്ളാലോ. എന്നാൽ നിനക്കൊറ്റയ്ക്ക് കയറി പറിച്ചു തിന്നൂടെ? ഇത് കേട്ടതും ആമയ്ക്ക് സങ്കടായി. കാരണം ആമയ്ക്ക് മരം കയറാൻ അറിയില്ലല്ലോ. നീ അല്ലേ വലിയ ഓട്ടക്കാരൻ? ഞാനോ? ആ, അതെ. ആ ഓട്ടക്കാരൻ മുയലിനെ ഓട്ട മത്സരത്തിൽ ഓടി തോൽപ്പിച്ചത് നീയല്ലേ? നല്ല ആരോഗ്യമുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ എല്ലാവരോടും യാചിക്കുന്നത്? മരത്തിൽ ഓടിക്കയറി പറിച്ചു തിന്നാൻ നോക്ക്. ഞാൻ തരില്ല. ഇതും പറഞ്ഞു തത്തമ്മ പറന്നുപോയി. ആമ സങ്കടത്തോടെ വീണ്ടും നടന്നു. എല്ലാരും മാമ്പഴം കഴിക്കുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ആരും തരുന്നുമില്ല. എങ്ങനെയെങ്കിലും മരത്തിൽ കയറി മാമ്പഴം പറിക്കണം. തത്തമ്മ പറഞ്ഞതുപോലെ മരത്തിലൊന്ന് കയറി നോക്കിയാലോ? അങ്ങനെ ആരുമില്ലാത്തൊരു മാവിന്റെ അടുത്ത് ആമക്കുട്ടൻ എത്തി. ആരുമില്ല. എങ്ങനെയെങ്കിലും മുകളിലെത്തിയാൽ മാമ്പഴം കഴിക്കാം. ഹായ്. ഇതും പറഞ്ഞ ആമക്കുട്ടൻ മരം കയറാൻ തുടങ്ങി. പക്ഷെ മരം കയറാൻ അറിയാത്ത ആമയ്ക്കുണ്ടോ മരം കയറാൻ കഴിയുന്നു? ആമ നടുവും കുത്തി താഴെ വീണു. അയ്യോ അമ്മച്ചിയെ, എന്റെ നടുവേ. ഇനി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും മാമ്പഴം കഴിക്കണമെന്ന് നമ്മുടെ ആമക്കുട്ടന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഒരു വിഷമമായി. ഇപ്പോഴാണ് അതുവഴി ഒരു എലി നടന്നു വന്നത്. ഹായ് ആമച്ചാരെ, എന്ത് പറ്റി? എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. എന്താണെങ്കിലും പറയൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ആമ നടന്ന കാര്യങ്ങളെല്ലാം എലിയോട് പറഞ്ഞു. ഏതാൾക്ക്? സന്യാസി. അയ്യോ, എനിക്ക് പേടിയാ. പേടിക്കാനൊന്നുമില്ല. മൂപ്പർ എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും. ധൈര്യമായിരിക്കെ, ഞാനും കൂടെ വരാം. അങ്ങനെ രണ്ടുപേരും കൂടി മൂങ്ങ സന്യാസിയെ കാണാൻ പോയി. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നമസ്കാരം ചേട്ടാ, സുഖമാണോ? അല്ല,
ആരിത്? ചുണ്ടലിയോ? കുറെ കാലമായല്ലോ കണ്ടിട്ട്. ആരാ ഇത്? ആ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഒരു കൂട്ടുകാരനാ. ഇങ്ങേർക്കൊരു പ്രശ്നം. ആ, പ്രശ്നമുണ്ടാവുമ്പോഴാണല്ലോ നീയൊക്കെ ഇങ്ങോട്ട് വരാറ്. വന്ന കാര്യം പറയൂ. ആമ നടന്ന കാര്യങ്ങളെല്ലാം മൂങ്ങ സന്യാസിയോട് പറഞ്ഞു. മരങ്ങളിൽ നിന്നും എനിക്ക് മാമ്പഴം പറിച്ചു കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിന് കഴിയുന്നില്ല. ആരും എന്നെ സഹായിക്കുന്നുമില്ല. ഓ, അപ്പോൾ അതാണ് കാര്യം. നിന്റെ ആഗ്രഹം സഫലമാക്കാൻ ഞാൻ ഒരു മന്ത്രം പറഞ്ഞു തരാം. അത് 2 തവണ മന്ത്രിച്ചാ മതി. ഏത് മരത്തിലെ മാമ്പഴവും താഴെ വീഴും. എന്നാൽ എനിക്ക് ആ മന്ത്രം ഒന്ന് പഠിപ്പിച്ചു തരൂ, വേഗം. കജട തബട ഹം ഹും ദിം എന്ന് 3 തവണ മന്ത്രിക്കണം. നിനക്ക് ഏത് മരത്തിന് മുകളിലുള്ള മാമ്പഴമാണോ വേണ്ടത്, ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് തന്നെ വേണം മന്ത്രം ഉരവിടാൻ. കേട്ടല്ലോ? അങ്ങയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദി ഒന്നും വേണ്ട. നീ പറിക്കുന്നതിൽ കുറച്ച് മാമ്പഴങ്ങൾ ഇവിടെ എത്തിച്ചു തന്നാൽ മതി. തീർച്ചയായും. അങ്ങനെ മൂങ്ങ സന്യാസി പറഞ്ഞു കൊടുത്ത മന്ത്രം ഒരു മാവിന്റെ ചുവട്ടിൽ പോയി പരീക്ഷിക്കാൻ ആമക്കുട്ടൻ തീരുമാനിച്ചു. ആ മാവിൽ കുരങ്ങനും തത്തയും ഉണ്ടായിരുന്നു. കുരങ്ങച്ച, നമ്മൾ മരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തന്നെ കഴിക്കാൻ മാമ്പഴമില്ല. അപ്പോഴാ ഓരോ കുളത്തിലും കരയിലും ജീവിക്കുന്ന കണ്ട ആമകൾക്കൊക്കെ മാമ്പഴം തിന്നാൻ ഒരു പൂതി. ആ, അതെ അതെ, അവർക്കൊക്കെ ആ പുഴയിലെ മീനൊക്കെ തിന്ന് ജീവിച്ചാ പോരെ. ഓരാ, എനിക്ക് മാമ്പഴം തിന്നണം. ഞാൻ തിന്നിട്ടേ ഇവിടെ നിന്ന് പോകൂ. ഓ പിന്നെ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. അങ്ങനെ മൂങ്ങ സന്യാസി പറഞ്ഞു കൊടുത്ത മന്ത്രം ഒരു മാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആമ 3 പ്രാവശ്യം ഉരുവിട്ടു. കജട തബട ഹം ഹും ദിം, കജട തബട ഹം ഹും ദിം, കജട തബട ഹം ഹും ദിം. അത്ഭുതമെന്ന് പറയട്ടെ, മാങ്ങകളെല്ലാം നിലത്തു വീണു. കൂടെ അവരും. ഹായ്, ഇതിനെന്ത് രസമാണ്. അടിപൊളി. ഇത്രയും രുചിയുള്ള മാമ്പഴമാണോ നിങ്ങൾ എന്നോട് കഴിക്കണ്ട എന്ന് പറഞ്ഞത്? അത് പിന്നെ. ഇനി ഒരാൾ സഹായം ചോദിച്ചു വരുമ്പോൾ അവരെ മടക്കി അയക്കരുത്, കേട്ടല്ലോ? ഇല്ല, ഇനി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ അന്നു മുതൽ കുരങ്ങനും തത്തയും എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. ആമ അവരുടെ ഒരു നല്ല സുഹൃത്തായി മാറി.